ഹലോ കൂട്ടുകാരെ, ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് നല്ല അടിപൊളി ഒരു കൊറിയൻ റൊമാൻറ്റിക് സീരീസാണ്. അപ്പോൾ നമുക്ക് സമയം കളയാതെ തന്നെ ആ കഥയിലേക്ക് പോകാം. ഈ കാറിൽ വന്നിറങ്ങുന്നതാണ് സിറി. അവളാണ് നമ്മുടെ ഹീറോയിൻ. കയ്യിൽ ചെറിയ കുറുമ്പൊക്കെ ഉണ്ടെങ്കിലും ആളൊരു പാവമാണ്. എന്നാൽ ഇന്ന് അവൾ കൊറിയയിലെ ഒരു ഫേമസ് നടന്റെ ഡൂപ്പിനെ വിളിച്ചുകൊണ്ട് വന്ന് ഫോട്ടോ എടുത്ത ശേഷം ആ ഫേമസ് നടന്റെ കാമുകിയാണ് താനെന്ന് വരുത്തി തീർക്കുകയാണ് ചെയ്യുന്നത്. ഈ ടെഡി ബിയറിനെ പോലെയുള്ള ഇവനാണ് നമ്മുടെ ഹീറോയിന്റെ മാനേജർ. സിറിയുടെ എല്ലാ ഉടായ്പിനും ഇവൻ കൂടെ കാണും. അങ്ങനെ തന്റെ സ്റ്റാഫിനെയൊക്കെ വിളിച്ച് അവൾ ആ വീഡിയോ എഡിറ്റ് ചെയ്ത് താനാണ് ആ സിനിമാ നടന്റെ കാമുകി എന്ന് വരുത്തി തീർക്കുകയാണ്. നമ്മുടെ ഹീറോയിൻ കൊറിയയിലെ ഒരു ഫേമസ് ഫാഷൻ ബിസിനസ്സുകാരിയാണ്. തന്റെ ബിസിനസിന്റെ വളർച്ചയ്ക്ക് വേണ്ടിയാണ് അവൾ ഇത്തരത്തിലുള്ള കുറുമ്പുകളൊക്കെ കാണിക്കുന്നത്. താനാണ് ആ സിനിമാ നടന്റെ കാമുകി എന്നറിയുമ്പോൾ തന്റെ പ്രോഡക്റ്റുകളൊക്കെ അവന്റെ ആരാധകർ വാങ്ങുമെന്നും കരുതിയാണ് അവൾ ഇതൊക്കെ ചെയ്യുന്നത്. അങ്ങനെ നമ്മുടെ ഹീറോയിൻ പോകുന്ന വഴിയിലെല്ലാം അവളാണ് ആ സിനിമാ നടന്റെ കാമുകി എന്നും കരുതി ഒരുപാട് പത്രക്കാർ അവളുടെ ഇന്റർവ്യൂ എടുക്കാനായി വന്നു. എന്നാൽ അവരെയൊന്നും മൈൻഡ് ചെയ്യാതെ അവൾ ആറ്റിറ്റ്യൂഡ് ഇട്ട് നടന്നു പോവുകയാണ്. അങ്ങനെ ഷോ ഓഫ് ഒക്കെ കാണിച്ച് നടന്നു പോകുമ്പോഴാണ് അവളുടെ ചേട്ടൻ അവളെ ഫോണിൽ വിളിക്കുന്നത്. കൊറിയയിലെ ഒരു വലിയ പണക്കാരന്റെ മകളാണ് നമ്മുടെ സിറി. എന്നാൽ തന്റെ അച്ഛന്റെ പണമൊന്നും വേണ്ട എന്നും പറഞ്ഞ് വീട് വിട്ട് ഇറങ്ങിയാണ് സിറി ഇപ്പോഴുള്ള ബിസിനസ് എല്ലാം ഉണ്ടാക്കിയത്. അങ്ങനെ സിറിയുടെ ചേട്ടൻ വിളിച്ച ശേഷം അവളോട് പറയും, നിന്നെ കാണണമെന്ന് അച്ഛൻ പറഞ്ഞിട്ടുണ്ട്, അതുകൊണ്ട് നീ നാട്ടിലേക്ക് മടങ്ങി വരണമെന്ന്. തന്റെ ചേട്ടൻ ലോക ഉടായിപ്പാണെന്ന് അറിയാവുന്ന ഹീറോയിൻ ഞാൻ വരാൻ നോക്കാമെന്ന് പറഞ്ഞ ശേഷം ചേട്ടന്റെ നമ്പർ ബ്ലോക്ക് ചെയ്യും. എന്നാൽ നമ്മുടെ ഹീറോയിന്റെ ചേട്ടന്റെ വൈഫിന് ചേട്ടനേക്കാൾ അസൂയ കൂടുതലായിരുന്നു. എന്തിനായിരിക്കും അച്ഛൻ ഇപ്പോൾ സിറിയെ വീട്ടിലേക്ക് വിളിച്ചത്? ഇനി നിങ്ങളുടെ ഫാമിലി ബിസിനസ് എല്ലാം സിറിയെ ഏൽപ്പിക്കാനാണോ അച്ഛൻ അവളെ വിളിച്ചു വരുത്തുന്നതെന്നോർത്ത് അവൾ ടെൻഷനാകും. എന്നാൽ ഇതേ സമയം തന്നെ നമ്മുടെ ഹീറോയിന്റെ കോടീശ്വരനായ അച്ഛൻ തന്റെ ഒരു കേസിന്റെ കാര്യത്തിനായി കോടതിയിൽ നിന്ന് വരുമ്പോൾ ഒരുപാട് പത്രക്കാർ അവിടേക്ക് വന്ന് ചോദിക്കും, സാർ നിങ്ങളുടെ ബിസിനസ് എല്ലാം മക്കളെ ഏൽപ്പിച്ച് വിശ്രമ ജീവിതത്തിലേക്ക് പോകാൻ ഒരുങ്ങുകയാണെന്ന് കേട്ടുവല്ലോ എന്ന് ചോദിക്കും. എന്നാൽ ആ പത്രക്കാർക്ക് മറുപടിയൊന്നും കൊടുക്കാതെ തന്നെ അയാൾ തിരികെ വീട്ടിലേക്ക് വരും. അങ്ങനെ ആ കോടീശ്വരനായ അച്ഛൻ വിളിച്ചതനുസരിച്ച് അയാളുടെ ഇളയ മകനും ഭാര്യയും നേരത്തെ തന്നെ അവിടെ എത്തിയിരുന്നു. അപ്പോഴേക്കും മൂത്ത മകനും ഭാര്യയും അങ്ങോട്ടേക്ക് വരും. അവരുടെ അമ്മയും അവിടെ തന്നെ ഉണ്ടായിരുന്നു. അവരുടെ അച്ഛൻ ഈ കോടിക്കണക്കിന് വരുന്ന ബിസിനസ് എല്ലാം തങ്ങളുടെ പേരിൽ എഴുതി തരുമെന്ന് കരുതി അച്ഛന്റെ മുൻപിൽ ഞങ്ങളാണ് കൂടുതൽ കേമനെന്ന് കാണിക്കാൻ വേണ്ടി രണ്ട് ആൺമക്കളുടെയും ഭാര്യമാർ തങ്ങളുടെ ഭർത്താവാണ് കില്ലാടി, അദ്ദേഹത്തിന് ചെയ്യാൻ കഴിയാത്തതായി ഒന്നുമില്ല എന്ന് പറഞ്ഞ് പൊക്കി അടിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ അവരുടെ ഈ തള്ളൊക്കെ കേട്ട് ബോറടിക്കുമ്പോൾ തന്തപ്പടി അവരോട് ചോദിക്കും, തിരിയെ വിളിക്കാൻ ഞാൻ പറഞ്ഞതല്ലേ, അവൾ എന്താ വരാത്തതെന്ന്. എന്നാൽ അവളുടെ കാര്യം അച്ഛൻ അറിയാമല്ലോ. അച്ഛൻ വിളിച്ചെന്നും പറഞ്ഞെന്നും അവൾ വരാൻ പോകുന്നില്ല എന്ന് മൂത്ത ചേട്ടൻ പറഞ്ഞ് നാക്ക് വായിലേക്ക് ഇടുമ്പോഴേക്കും നമ്മുടെ ഹീറോയിൻ അച്ഛൻ ക്ഷണിച്ചതനുസരിച്ച് അങ്ങോട്ടേക്ക് എത്തും. എന്നിട്ട് നമ്മുടെ ഹീറോയിൻ തന്റെ അച്ഛനെ വിഷ് ചെയ്യും. അപ്പോൾ അച്ഛൻ അവളോട് ചോദിക്കും, നീ വീട് വിട്ട് പോയിട്ട് 10 വർഷമായി, അതിനുശേഷമാണ് നീ ഇങ്ങോട്ട് വരുന്നത്. അതൊക്കെ പോട്ടെ, നിന്റെ ബിസിനസ് എങ്ങനെ പോകുന്നു എന്ന് അച്ഛൻ ചോദിക്കുമ്പോൾ എല്ലാം നന്നായി പോകുന്നു എന്ന് പറഞ്ഞ് സിറി അവിടെ നിന്ന് പോകാനായി തിരിയുമ്പോഴേക്കും അച്ഛൻ അവളോട് പറയും, ഞാൻ എൻ്റെ ബിസിനസ്സുകളെല്ലാം നിന്നെ ഏൽപ്പിക്കാൻ പോവുകയാണ് എന്ന്. എന്നാൽ ഇത് കേട്ട് സിറിയുടെ ചേട്ടനും അവിടെയുള്ള എല്ലാവരും ഞെട്ടും. എനിക്ക് ഈ ബിസിനസ് നോക്കാനുള്ള പ്രാപ്തി ഉണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ഞാൻ ഇപ്പോൾ ഉള്ളതിനേക്കാളും നന്നായി തന്നെ ബിസിനസ് നോക്കും. പിന്നെ ഞാൻ ചാർജ് എടുത്താൽ ഉടനെ തന്നെ കുറെ അധികം കള്ളന്മാരുണ്ട് നമ്മുടെ കമ്പനിയിൽ, അവന്മാരെ എല്ലാം പുറത്താക്കുമെന്ന് പറയും. സിറി തന്റെ ഉടായിപ്പ് ചേട്ടന്മാരെ കുറിച്ചാണ് അത് പറഞ്ഞതെന്ന് അവിടെ ഉണ്ടായിരുന്ന എല്ലാവർക്കും മനസ്സിലാകും. എന്നാൽ അടുത്ത ദിവസം തന്നെ നിന്നെ ഞാൻ CEO ആയി അപ്പോയിന്റ് ചെയ്യാമെന്ന് അവളുടെ അച്ഛൻ പറയുമ്പോൾ നാളെ എനിക്കൊരു മീറ്റിംഗ് ഉണ്ട്, അത് കഴിഞ്ഞ് മതി എന്ന് സിറി അച്ഛനോട് പറയും. എന്നാൽ അത് കഴിഞ്ഞ് മതി എന്ന് സിറിയുടെ അച്ഛൻ പറയും. എങ്കിൽ ശരി അച്ഛാ, ഞാൻ പോണു എന്നും പറഞ്ഞ് സിറി അവിടെ നിന്ന് ഇറങ്ങുമ്പോൾ കമ്പനിയുടെ അധികാരമെല്ലാം സിറിയുടെ കയ്യിലായെന്ന് ഓർത്ത് ചേട്ടന്മാരും അവരുടെ 2 ഭാര്യമാരും വിഷമിച്ചിരിക്കുകയാണ്. എന്നാൽ അവിടെ നിന്ന് ഇറങ്ങുമ്പോഴും നമ്മുടെ ഹീറോയിന് കഴിഞ്ഞ 10 വർഷമായി തന്നെ ഒരു ഫോൺ കോൾ പോലും ചെയ്യാത്ത അച്ഛൻ ഇപ്പോൾ ഇത്രയും കോടി ആസ്തിയുള്ള ബിസിനസ് എന്ത് വിശ്വാസത്തിലാണ് തനിക്ക് തന്നതെന്നോർത്ത് വണ്ടർ അടിച്ച് പുറത്തേക്ക് നടന്നു വരികയാണ്. അങ്ങനെ അടുത്ത ദിവസം വളരെയധികം സന്തോഷത്തിലാണ് നമ്മുടെ ഹീറോയിൻ. അപ്പോഴേക്കും അവളുടെ മാനേജർ കുട്ടൻ അങ്ങോട്ടേക്ക് ഓടി വന്ന് ചോദിക്കും, മാഡത്തിനൊരു ലോട്ടറി അടിച്ചെന്നൊക്കെ കേട്ടു, അച്ഛന്റെ സ്വത്തുക്കളെല്ലാം ചുളുവിൽ കിട്ടിയല്ലേ എന്ന് അവൻ അവളോട് ചോദിക്കും. എനിക്ക് ഇപ്പോഴും അത് വിശ്വസിക്കാൻ കഴിഞ്ഞിട്ടില്ല, ഒരുമാതിരി പൊട്ടന് ലോട്ടറി അടിച്ച അവസ്ഥയാണെന്ന് അവൾ പറയും. അതൊക്കെ ശരി, മാഡം ഇപ്പോൾ പാരാഗ്ലൈഡിങ്ങിന് പോകുമ്പോൾ സൂക്ഷിക്കണമെന്ന് പറഞ്ഞ് സിറിയുടെ മാനേജർ അവളെ ചെറുതായെന്ന് ഉപദേശിച്ചു. നീ പേടിക്കേണ്ടട കുട്ടായി, ഇതൊക്കെ ചേച്ചി എത്ര കണ്ടിരിക്കുന്നു എന്ന് പറഞ്ഞ് സിറി അങ്ങനെ പാരാഗ്ലൈഡിങ്ങിനായി പോകും. താഴെ നിന്ന് മാനേജർ കുട്ടൻ അവളെ കൈ വേവ് ചെയ്ത് കാണിക്കും.
അങ്ങനെ അവൾ ആകാശത്ത് നിന്ന് കാണിക്കുന്ന ഷോ ഓഫ് ഒക്കെ അവളുടെ അസിസ്റ്റന്റ് ക്യാമറയിൽ ഷൂട്ട് ചെയ്തെടുക്കും. ഷോ ഓഫിന് യാതൊരു പഞ്ഞവുമില്ലാത്ത നമ്മുടെ ഹീറോയിൻ ആ പാരച്യൂട്ട് കൊണ്ട് ഒരുപാട് പട്ടി ഷോ ഒക്കെ കാണിക്കുകയാണ്. എന്നാൽ ഇതേ സമയം പെട്ടെന്ന് അവിടെ നല്ല കാറ്റടിക്കും. എന്നാൽ ഇതൊന്നും അറിയാതെ നമ്മുടെ ഹീറോയിൻ കാഴ്ചകളൊക്കെ കണ്ട് എൻജോയ് ചെയ്ത് പറന്നുകൊണ്ടിരിക്കുകയാണ്. ഞാനൊരു സംഭവം തന്നെയാണെന്ന് അവൾ സ്വയം പറഞ്ഞുകൊണ്ട് ആ പാരച്യൂട്ട് വളരെ സന്തോഷത്തിൽ പറത്തിക്കൊണ്ടിരിക്കുകയാണ്. എന്നാൽ അങ്ങനെ പറത്തുമ്പോഴാണ് താഴെ കൂടെ വീടുകളും ട്രാക്ടറുകളും എല്ലാം കാറ്റത്ത് പറന്നു പോകുന്നത് അവൾ കാണുന്നത്. അപ്പോഴാണ് അവൾ ആ യാഥാർത്ഥ്യം മനസ്സിലാക്കുന്നത്. താൻ ഒരു കൊടുങ്കാറ്റിൽ പെട്ടിരിക്കുകയാണ്, തനിക്ക് രക്ഷപ്പെടാൻ വേറെ മാർഗങ്ങളൊന്നുമില്ല എന്ന്. അങ്ങനെ പാവം നമ്മുടെ ഹീറോയിൻ ആ കൊടുങ്കാറ്റിൽ ചെന്നുപെടും. ആ കാറ്റ് അവളെയും കൊണ്ട് എങ്ങോട്ടേക്കോ കൊണ്ടുപോകും. എന്നാൽ അതിനുശേഷം നമ്മൾ കാണുന്നത് നോർത്ത് കൊറിയയിലെ പട്ടാള ബേസ് ആണ്. അവിടേക്ക് ഒരു സുന്ദരനായ ക്യാപ്റ്റൻ വണ്ടിയും ഓടിച്ചു വരികയാണ്. ഈ സുന്ദരക്കുട്ടനാണ് നമ്മുടെ കഥയിലെ ഹീറോ. തങ്ങളുടെ രാജ്യത്തേക്ക് ആരോ നുഴഞ്ഞു കയറിയിട്ടുണ്ടെന്ന് മനസ്സിലാക്കിയ ഹീറോ തന്റെ പട്ടാളക്കാരെയും വിളിച്ചുകൊണ്ട് അതിർത്തിയിലേക്ക് പോവുകയാണ്. അങ്ങനെ അതിർത്തിയിൽ എത്തുമ്പോഴാണ് നോർത്ത് കൊറിയക്കാരനായ നമ്മുടെ ഹീറോ സൗത്ത് കൊറിയയിലെ പട്ടാളക്കാർ തങ്ങളുടെ ആൾക്കാരെ പിടിച്ചു വെച്ചിരിക്കുന്നത് കാണുന്നത്. അങ്ങനെ നമ്മുടെ ഹീറോ സൗത്ത് കൊറിയൻ പട്ടാളക്കാരോട് ചോദിക്കും, നിങ്ങൾ എന്തിനാണ് അതിർത്തി കടന്നു വന്ന് നമ്മുടെ ആൾക്കാരെ പിടിച്ചതെന്ന് ചോദിക്കുമ്പോൾ, നിന്റെ നാട്ടിലുള്ള ആൾക്കാർ ഞങ്ങളുടെ നാട്ടിലേക്ക് വന്ന് ഇല്ലീഗലായി എന്തോ ചെയ്യുകയായിരുന്നു എന്ന് പറഞ്ഞ് അതിന്റെ ഫോട്ടോസ് എടുത്ത് നമ്മുടെ ഹീറോയ്ക്ക് കാണിച്ചു കൊടുക്കും. എന്തായാലും ഇവർ എന്തിനാണ് നിങ്ങളുടെ രാജ്യത്ത് വന്നതെന്ന് ഞാൻ കണ്ടുപിടിക്കും, നമുക്കിതൊരു പ്രശ്നമാക്കണ്ട എന്ന് നമ്മുടെ ഹീറോ സൗത്ത് കൊറിയയിലെ ജനറലിനോട് പറയും. അതിനുശേഷം ഹീറോ ആ കള്ളന്മാരെയും കൊണ്ട് തിരിച്ച് നോർത്ത് കൊറിയയിലേക്ക് വരും. അപ്പോഴേക്ക് നാഷണൽ സെക്യൂരിറ്റി ഡിപ്പാർട്ട്മെന്റിലെ ഒരു ഹയർ ഓഫീസർ അങ്ങോട്ടേക്ക് വന്ന് നമ്മുടെ ഹീറോയോട് പറയും, ഇവരുടെ കാര്യം ഞാൻ നോക്കിക്കൊള്ളാം, നീ അതോർത്ത് വെറീഡ് ആകണ്ട എന്ന്. എന്നാൽ ഹീറോ അയാളോട് പറയും, സാർ ഇവർ എന്തിനാണ് സൗത്ത് കൊറിയയിലേക്ക് പോയതെന്ന് അന്വേഷിച്ച ശേഷം സാറിന് ഞാൻ ഇവരെ വിട്ടുതരാമെന്ന് പറയും. എന്നാൽ അതൊന്നും വേണ്ട, ഞാൻ പറയുന്നത് ഇയാളങ്ങ് കേട്ടാൽ മതി എന്ന് ആ ഓഫീസർ നമ്മുടെ ഹീറോയോട് പറയും. എന്നാൽ തന്റെ മേലുദ്യോഗസ്ഥൻ പറയുന്നത് അനുസരിക്കുക അല്ലാതെ നമ്മുടെ ഹീറോയ്ക്ക് വേറെ വഴിയില്ലായിരുന്നു. എന്നാൽ അന്ന് രാത്രി തന്നെ നോർത്ത് കൊറിയയിലെ അതിർത്തിയിലുള്ള ഒരു പട്ടാള ബേസിൽ ഒരു കുടിയൻ പട്ടാളക്കാരൻ തന്റെ ക്യാമ്പിലുള്ള മറ്റ് പട്ടാളക്കാർക്ക് കുറച്ച് മദ്യം കൊണ്ട് കൊടുത്ത ശേഷം പറയും, ഇത് നല്ല കിടിലം സാധനമാണ്, ഇന്ന് നമുക്കിത് അടിച്ച് സുഖമായി കിടന്നുറങ്ങാമെന്ന് പറയും. എന്നാൽ കൊടുങ്കാറ്റിൽപ്പെട്ട നമ്മുടെ ഹീറോയിനാകട്ടെ കാട്ടിലെ ഒരു മരത്തിൽ കുടുങ്ങി ബോധമില്ലാതെ കിടക്കുകയാണ്. എന്നാൽ പാവം നമ്മുടെ ഹീറോയിന്റെ മാനേജർ തന്റെ മേടത്തെ എങ്ങനെയെങ്കിലും നിങ്ങൾ കണ്ടുപിടിക്കണമെന്ന് പറഞ്ഞ് കരയുകയാണ്. എന്നാൽ സമയം ഇത്രയായില്ലേ, നമുക്ക് നാളെ സെർച്ച് ചെയ്യാമെന്ന് പറഞ്ഞ് പോലീസുകാർ അവിടെ നിന്ന് പോകുമ്പോൾ പാവം നമ്മുടെ മാനേജർ നമ്മുടെ ഹീറോയിനെ ഓർത്ത് അവിടെ നിന്ന് കരയുകയാണ്. അങ്ങനെ അടുത്ത ദിവസം രാവിലെ നമ്മുടെ ഹീറോയിന് ബോധം വരുമ്പോഴാണ് താൻ മരിച്ചിട്ടില്ല, താൻ ഒരു മരത്തിൽ കുടുങ്ങിക്കിടക്കുകയാണെന്ന് അവൾക്ക് മനസ്സിലാകും. ഉടനെ തന്നെ അവൾ തന്റെ വാക്കി ടോക്കി എടുത്ത് കണക്ട് ചെയ്യാൻ ശ്രമിക്കുമെങ്കിലും അത് വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നില്ല. തന്നെ രക്ഷിക്കാൻ ആരെങ്കിലും വരുമെന്നും കരുതി അവൾ അങ്ങനെ ആ പാരച്യൂട്ടിൽ തന്നെ ഇരിക്കും. ഇതേ സമയം നമ്മുടെ ഹീറോ ആ കാട്ടിൽ എന്തോ ശബ്ദം കേട്ട് അങ്ങോട്ടേക്ക് വരുമ്പോഴാണ് നമ്മുടെ ഹീറോയിൻ ആ മരത്തിൽ തൂങ്ങിക്കിടക്കുന്നത് കാണുന്നത്. ഇതാരാടാ ഈ മരത്തിൽ തൂങ്ങിക്കിടന്ന് ഉറങ്ങുന്നതെന്ന് ഓർത്ത് ഹീറോ തന്റെ കണ്ണ് പുറത്തേക്ക് എടുക്കും. സുഖമായി ഉറങ്ങുകയായിരുന്ന നമ്മുടെ ഹീറോയിൻ പെട്ടെന്ന് കണ്ണ് തുറന്ന ശേഷം എന്നെ രക്ഷിക്കാൻ വന്ന പോലീസാണെന്നും കരുതി നിങ്ങൾ ഇത്രയും നേരം എവിടെ പോയി കിടക്കുകയാണെന്ന് ഹീറോയോട് ചോദിക്കുമ്പോഴാണ് ഇയാൾ തന്റെ രാജ്യക്കാരനായ സൗത്ത് കൊറിയക്കാരനല്ല നോർത്ത് കൊറിയക്കാരനാണെന്ന് ആ എംബ്ലം ഒക്കെ കാണുമ്പോൾ അവൾക്ക് മനസ്സിലാകും. എന്നാൽ നമ്മുടെ ഹീറോ മര്യാദയ്ക്ക് നീ താഴേക്ക് ഇറങ്ങി വരാൻ പറയും. പാരച്യൂട്ടിന്റെ ബക്കിൾ ഇളക്കിയ ശേഷം ഹീറോയുടെ മുകളിലേക്ക് ഹീറോയിൻ ചാടി വീഴും. താഴെത്തിയ ഹീറോയിൻ താൻ ഇപ്പോഴും തന്റെ രാജ്യമായ സൗത്ത് കൊറിയയിലാണ് ഉള്ളതെന്ന് കരുതി ഹീറോയോട് പറയും, നിങ്ങൾ പേടിക്കണ്ട, നിങ്ങൾ ഞങ്ങളുടെ രാജ്യത്ത് വന്നത് ഞാൻ ആരോടും പറയില്ല, പക്ഷെ നിങ്ങൾ എന്നെ കൊല്ലാതെ വിടണം, നിങ്ങളെ കണ്ടാൽ തന്നെ നിങ്ങളൊരു നല്ല മനുഷ്യനാണെന്ന് അറിയാം, അതുകൊണ്ട് എന്നെ ഫ്രീ ആയി വിടണമെന്നും പറഞ്ഞു നമ്മുടെ ഹീറോയിൻ അവിടെ നിന്ന് സ്കൂട്ടാവാൻ ഒരുങ്ങുമ്പോൾ ഹീറോ പറയും, ഇവിടെ ഓടാനാണ് നിന്റെ പരിപാടിയെങ്കിൽ നിന്നെ ഞാൻ വെടിവെക്കുമെന്ന് പറയും. അപ്പോൾ നമ്മുടെ ഹീറോയിനോട് പറയും, നീ ഇപ്പോൾ നിന്റെ രാജ്യമായ സൗത്ത് കൊറിയയിലല്ല നോർത്ത് കൊറിയയിലാണ് ഉള്ളതെന്ന്. ഇത് കേട്ട് പേടിച്ച ഹീറോയിൻ ഉടനെ പറയും, സാർ എന്നെ വെറുതെ വിടണം, ചുഴലിക്കാറ്റിൽപ്പെട്ട് അറിയാതെ നിങ്ങളുടെ രാജ്യത്ത് വന്നതാണെന്ന് പറയും. അപ്പോൾ ഹീറോ പറയും, ഇനി നിങ്ങൾക്ക് ഇവിടെ നിന്ന് പോകണമെങ്കിൽ ഈ കാര്യമൊക്കെ എംബസിയിൽ അറിയിച്ച് ഒഫീഷ്യലായി മാത്രമേ പോകാൻ കഴിയുള്ളൂ എന്ന് പറയും. എന്നാൽ ഞാൻ ഇവിടെ നിന്ന് ഓടിപ്പൊക്കൊള്ളാമെന്ന് പറഞ്ഞ് ഹീറോയിൻ അവിടെ നിന്ന് ഓടി ഒരു വെള്ളച്ചാട്ടത്തിന്റെ അടുത്തെത്തുമ്പോൾ നമ്മുടെ ഹീറോ പറയും, ഇന്നലത്തെ കൊടുങ്കാറ്റ് ഞങ്ങളുടെ കയ്യിൽ നിന്ന് ഒരുപാട് ബോംബ് ഇവിടെ വീണ് പോയിട്ടുണ്ട്, ഇനിയും ഓടാനാണ് നിന്റെ ഭാവമെങ്കിൽ നീ അതിൽ ചവിട്ടി പൊട്ടിത്തെറിക്കാനാണ് ചാൻസ് എന്ന് ഹീറോയിനോട് പറയും. എന്നാൽ ഇതും പറഞ്ഞ് നമ്മുടെ ഹീറോ കാലെടുത്ത് വെക്കുന്നത് ഒരു ബോംബിന്റെ മുകളിലേക്കാണ്. എന്നാൽ ഇത് മനസ്സിലാക്കിയ ഹീറോയോട് പറയും, നിന്നെ ഈ അവസ്ഥയിൽ ഇവിടെ ഒറ്റയ്ക്കായി പോകുന്നതിൽ എനിക്ക് വിഷമമുണ്ട്, പക്ഷെ എനിക്കറിയാം നിന്റെ പട്ടാളക്കാർ വന്ന് നിന്നെ രക്ഷിക്കും, അതുകൊണ്ട് ഞാൻ എന്റെ രാജ്യത്തിലേക്ക് പോവുകയാണെന്നും പറഞ്ഞു ഹീറോയിൻ അവിടെ നിന്ന് വേഗത്തിൽ ഓടാൻ തുടങ്ങും.
അപ്പോഴേക്കും നമ്മുടെ ഹീറോയുടെ കൂട്ടുകാരൻ അങ്ങോട്ടേക്ക് വരുമ്പോൾ ഹീറോ പറയും, സൗത്ത് കൊറിയയിൽ നിന്ന് ഒരു പെൺകുട്ടി ഇവിടെ വന്നിട്ടുണ്ട്, അവളെ പിടിക്കണമെന്ന് ബോർഡറിലുള്ള ഓഫീസറിനോട് പറയണമെന്ന് പറയും. എന്നാൽ ബോർഡറിലുള്ള പട്ടാളക്കാരെല്ലാം കഴിഞ്ഞ രാത്രി കള്ളൊക്കെ കുടിച്ച് ബോധമില്ലാതെ പൂസായി കിടന്നുറങ്ങുകയായിരുന്നു. എന്നാൽ അപ്പോഴേക്കും ഹീറോ തന്റെ കൂട്ടുകാരനോട് പറയും, താൻ ഇപ്പോൾ ഒരു ബോംബിലാണ് ചവിട്ടിയിരിക്കുന്നത്, ഈ ബോംബ് ഒന്ന് ഡിഫ്യൂസ് ചെയ്യാൻ എന്നെ ഹെൽപ്പ് ചെയ്യാമോ എന്ന് ചോദിച്ചു. എന്നാൽ നമ്മുടെ ഹീറോയുടെ കൂട്ടുകാരൻ ഒരു പേടിത്തൊണ്ടനായിരുന്നു. പക്ഷെ എങ്ങനെയെന്നറിയില്ല ആ മണ്ടൻ ഒരുവിധം ബോംബ് ഡിഫ്യൂസ് ആക്കി നമ്മുടെ ഹീറോയെ രക്ഷിച്ചു. എന്നാൽ വഴിയറിയാതെ കാട്ടിലൂടെ ഒരുപാടധികം ഓടിയ ഹീറോയിൻ എത്തിപ്പെടുന്നത് നമ്മുടെ കള്ളുകുടിയൻ പട്ടാളക്കാരന്റെ മുന്നിലായിരുന്നു. എന്നാൽ കള്ളു കുടിച്ച് ബോധമില്ലാത്തത് കൊണ്ട് തന്നെ അവന്മാർക്ക് നമ്മുടെ ഹീറോയിനെ പിടിക്കാൻ കഴിഞ്ഞില്ല. എന്നാൽ ഹീറോയിൻ അവിടെ നിന്ന് ഓടിച്ചെന്നത് ശത്രുക്കളെ പിടിക്കാനായി മൈനുകൾ കുഴിച്ചിട്ടിരിക്കുന്ന ഒരു സ്ഥലത്തേക്കായിരുന്നു. എന്നാൽ അപ്പോഴേക്കും നമ്മുടെ ഹീറോയും അങ്ങോട്ടേക്ക് എത്തിയിരുന്നു. ഹീറോയുടെ കൂട്ടുകാരൻ ഹീറോയോട് പറയും, അവൾക്ക് എന്തോ ഒരു ശക്തിയുണ്ട്, കണ്ടില്ലേ അവൾ ഒരു മൈനിലും ചവിട്ടാതെ അങ്ങോട്ടേക്ക് ഓടിപ്പോകുന്നതെന്ന്. അങ്ങനെ എന്തോ ഒരു ഭാഗ്യത്തിന് നമ്മുടെ ഹീറോയിൻ ആ ബോംബിലൊന്നും ചവിട്ടാതെ അവരുടെ കയ്യിൽ നിന്ന് രക്ഷപ്പെട്ടോടും. എങ്ങനെയെങ്കിലും തന്റെ നാട്ടിലേക്ക് എത്തണമെന്നും കരുതി ഹീറോയിൻ ഓടുമ്പോൾ ഒരു കുറ്റിയിൽ തട്ടി അവൾ വീണ് അവളുടെ കാൽ ഇഞ്ചുറി ആകും. എന്നാൽ ഇതേ സമയം സൗത്ത് കൊറിയയിലെ തന്റെ വീട്ടിലുള്ള ഹീറോയിന്റെ അമ്മ ആഹാരം കഴിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് അവർക്ക് ഹീറോയിനെ കാണാനില്ല എന്ന് പറഞ്ഞുള്ള കോള് വരുന്നത്. പാവം അമ്മ അത് കേട്ട് വിഷമിക്കും. ഇതേ സമയം തന്റെ കൂട്ടുകാരുമായി ബെഡായി പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഹീറോയിന്റെ ചേട്ടന്റെ ഭാര്യ. അപ്പോഴാണ് ഹീറോയിൻ അപകടത്തിൽപ്പെട്ടു എന്ന് പറഞ്ഞുള്ള കോൾ അവൾക്ക് വരുന്നത്. ഇത് കേൾക്കുമ്പോൾ അവൾക്ക് വളരെയധികം സന്തോഷമാകും. എല്ലാം ഞാൻ പ്രാർത്ഥിക്കുന്നതിന്റെ ഫലമാണെന്ന് പറഞ്ഞ് അവൾ ദൈവത്തെ വിളിക്കും. അങ്ങനെ ഹീറോയിന്റെ 2 ചേട്ടന്മാരും അവളെ കാണാതായ സ്ഥലത്തേക്ക് ചെന്ന് പോലീസുകാരോട് ചോദിക്കും, സമയം ഒരുപാടായില്ലേ, ഇനി എന്തായാലും അവളുടെ ബോഡി കിട്ടാൻ ഒരുപാട് വൈകുമെന്ന് പറഞ്ഞു. പാവം ഹീറോയിന്റെ മാനേജർ അപ്പോഴും തന്റെ മേഡത്തെ വേഗം കണ്ടുപിടിക്കെന്ന് പറഞ്ഞ് പോലീസുകാരോട് വഴക്കുണ്ടാക്കിക്കൊണ്ടിരുന്നു. എന്നാൽ അപ്പോഴേക്കും ഹീറോയിന്റെ അമ്മയും അച്ഛനും അവിടെ എത്തിയിരുന്നു. ഹീറോയിന്റെ അമ്മയ്ക്ക് തന്റെ മകളെ കാണാതായതിൽ നല്ല വിഷമമുണ്ടായിരുന്നു. എന്നാൽ ഇതേ സമയം നോർത്ത് കൊറിയയിലുള്ള നമ്മുടെ ഹീറോ CC ക്യാമറയൊക്കെ നോക്കിയ ശേഷം മറ്റു പട്ടാളക്കാരെ വിളിച്ചു പറയും, നീയൊക്കെ ഇവിടെ കുടിച്ചിരുന്നത് കൊണ്ടാണ് അവൾ രക്ഷപ്പെട്ടതെന്ന് പറയും. എന്നാൽ അവർ ഹീറോയോട് പറയും, സാറിന്റെ കയ്യിലല്ലേ ആദ്യം അവളെ കിട്ടിയത്, സാറും കുറച്ച് പ്രിക്കോഷൻ എടുത്തിരുന്നെങ്കിൽ അവൾ ഇപ്പോൾ നമ്മുടെ കയ്യിലിരുന്നനെ എന്ന് പറഞ്ഞു. എന്നിട്ട് അവർ നമ്മുടെ ഹീറോയിനെ പിടിക്കാനായി പല ടീമുകളായി ഇറങ്ങും. എന്നാൽ കാലിന് ഇഞ്ചറിയായ പാവം നമ്മുടെ ഹീറോയിൻ ഒരു വടിയും കുത്തി ഒരുപാട് ദൂരം നടന്നു ചെറിയ തടാകത്തിന്റെ അടുത്ത് എത്തും. എന്നാൽ സൗത്ത് കൊറിയയിലുള്ള നമ്മുടെ ഹീറോയിന്റെ ഇളയ ചേട്ടന്റെ ഭാര്യ അവനോട് പറയും, എന്തായാലും നിങ്ങളുടെ പെങ്ങളെ കാണാതായത് നന്നായി, ഇത് വളരെ നല്ലൊരു അവസരമാണ്, ഇത് മുതലെടുത്ത് നിങ്ങളുടെ അച്ഛനെ മണിയടിച്ച് എങ്ങനെയെങ്കിലും ആ സ്വത്തുക്കൾ കൈക്കലാക്കണമെന്ന് പറയും. എന്നാൽ അപ്പോഴേക്കും ഒരു സുന്ദരനായ പയ്യൻ ഒരു ഹോട്ടലിലേക്ക് വരും. എന്നാൽ അവൻ അതീവ സുന്ദരനാണെങ്കിലും അവൻ ഒരു ഗ്യാങ്സ്റ്റർ ആണെന്നാണ് തോന്നുന്നത്. അവൻ ആരാണെന്നോ അവൻ എന്താണെന്നോ ഇതുവരെ ആർക്കും തന്നെ അറിയില്ല. എന്നാൽ ഇതേ സമയം ആദ്യം നമ്മുടെ ഹീറോ പിടിച്ചുകൊണ്ടുവന്ന കള്ളന്മാരെ രക്ഷിച്ചു കൊണ്ടുപോയ നാഷണൽ സെക്യൂരിറ്റി ബോർഡറിലെ ഓഫീസർ അവരുടെ അടുത്ത് വന്ന് പറയും, നിങ്ങൾ പോയ കാര്യം നടന്നോ എന്ന്. ഈ കള്ളന്മാരും ഈ ഓഫീസറും ഒരേ ടീമാണ്. ഈ ഓഫീസറാണ് ഈ കള്ളന്മാരെ പറഞ്ഞയച്ചത്. ബുദ്ധന്റെ അമ്പലത്തിന്റെ അടുത്തുള്ള സ്വർണം മോഷ്ടിക്കാൻ വേണ്ടിയാണ് ഇയാൾ ഈ കള്ളന്മാരെ പറഞ്ഞയച്ചത്. എന്നിട്ട് അവന്മാർ ആ മാപ്പിൽ എവിടെയാണ് ആ സ്വർണം ഉള്ളതെന്ന് ആ കള്ള ഓഫീസറിന് കാണിച്ചു കൊടുക്കും. നിങ്ങൾക്ക് ഞാൻ ഇതിനൊരു പാരിതോഷികം തരുമെന്ന് പറഞ്ഞ ആ ഓഫീസർ ആ കള്ളന്മാരെയും കൊണ്ട് വണ്ടിയിൽ ഒരു സ്ഥലത്തേക്ക് പോകും. അങ്ങനെ കള്ളന്മാരെയും കൊണ്ട് കാട്ടിനകത്ത് കൂടെ ഒരുപാടധികം ദൂരം പോകുമ്പോൾ വഴിയിൽ പെട്ടുപോയൊരു അമ്മച്ചി ആ വണ്ടിയിൽ ലിഫ്റ്റ് ചോദിക്കുമെങ്കിലും അവന്മാർ നിർത്താതെ പോകും. പെട്ടെന്ന് ആ വണ്ടി ആ കള്ളന്മാരെ കൊണ്ടുപോയ വണ്ടിയെ ഇടിച്ച് തകർത്ത് അവന്മാരെ ഇടിച്ചു കൊല്ലും. എന്നാൽ ഇതെല്ലാം തന്നെ ദൂരെ നിന്ന് ആ പാവം അമ്മച്ചി കാണുന്നുണ്ടായിരുന്നു. അവർ അവിടെ നിന്ന് ഓടി രക്ഷപ്പെടാൻ ഒരുങ്ങുമെങ്കിലും ആ വണ്ടി അങ്ങോട്ടേക്ക് വന്ന് ആ പാവം അമ്മച്ചിയും ഇടിച്ചു കൊല്ലും. എന്നാൽ അപ്പോഴും നമ്മുടെ ഹീറോയെ അന്വേഷിച്ച് നടക്കുകയായിരുന്ന പട്ടാളക്കാർക്ക് നമ്മുടെ ഹീറോയിന്റെ ജാക്കറ്റ് കിട്ടും. ഇപ്പോൾ ഇവിടെ അടുത്ത് എവിടെയോ തന്നെ ഉണ്ടെന്ന് മനസ്സിലാക്കി അവർ ഹീറോയെ അന്വേഷിച്ച് ആ രാത്രി ആ കാട് മുഴുവൻ നടക്കും. എന്നാൽ ഒരുപാട് ദൂരം നടന്ന് നമ്മുടെ പാവം ഹീറോയിൻ ഒരു ഗ്രാമത്തിലെത്തും. അപ്പോൾ അവൾ കരുതും തന്റെ നാടായ സൗത്ത് കൊറിയയിലാണ് എത്തിയത്. എന്നാൽ അപ്പോഴേക്കും ആ ഗ്രാമത്തിൽ ഒരു ബെല്ല് കേൾക്കുമ്പോൾ അവിടെയുണ്ടായിരുന്ന ആൾക്കാരെല്ലാം പോയി ഡാൻസ് കളിക്കുന്നത് കാണും. ഇത് കാണുമ്പോഴാണ് അവൾക്ക് മനസ്സിലാകുന്നത് താൻ ഇപ്പോഴും നോർത്ത് കൊറിയയിലാണ് ഉള്ളത് എന്ന്. എന്നാൽ അപ്പോഴേക്കും അവിടേക്ക് പട്ടാളക്കാരുടെ വണ്ടി വരും. എന്നാൽ നമ്മുടെ ഹീറോയിനെ അപ്പോഴേക്കും ആരോ വന്ന് അവരുടെ കണ്ണിൽ പെടാതെ അവിടെ നിന്ന് രക്ഷിച്ചു കൊണ്ടുപോകും. എന്നാൽ ആ വണ്ടിയിൽ വന്നത് ആ വില്ലനായ ഓഫീസർ ആയിരുന്നു. അയാളുടെ കണ്ണിൽ പെടാതെ ഹീറോയിൻ രക്ഷപ്പെട്ടു. എന്നാൽ ഹീറോയിനെ രക്ഷപ്പെടുത്തിയതാകട്ടെ നമ്മുടെ ഹീറോയും. ഹീറോയിനെ കാണുമ്പോൾ അവൾക്ക് വളരെയധികം സന്തോഷമാകും. ഈ ഒരു സീനോടുകൂടി ഈ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുകയാണ്. അടുത്ത എപ്പിസോഡ് നമുക്ക് അടുത്ത ദിവസം കാണാം.